നമസ്കാരം. ഒരു 5 വർഷം മുമ്പ് ഒരിക്കൽ ഊണ് കഴിച്ച പരിചയമാണ് വനിതാ കുടുംബശ്രീയിലെ 2 സഹോദരിമാർ. ഇന്നും ഒന്ന് അവിടെ കയറി നോക്കണം എന്നാണ് സ്ഥിതി. 5 വർഷം മുമ്പ് അനുഭവം വെച്ചാണ് അവിടെ അത് നമുക്കൊന്ന് പോയി. ഉഷാറല്ലേ? കച്ചവടം എങ്ങനെ? നല്ല രുചിയുള്ള ഊണ്. 2 സഹോദരിമാർ കുടുംബശ്രീ മതി 2 സഹോദരിമാർ അവർ സ്വന്തമായിട്ട് നടത്തുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. നല്ല രുചികരമായ നാടൻ വിഭവങ്ങൾ, വലിയ ബഹളമൊന്നുമില്ല, ശാന്തമായ അന്തരീക്ഷത്തിൽ. ആൾക്കാരൊക്കെ വരലില്ലേ? എപ്പോഴാണ് വരും ഊണ് കഴിക്കാൻ ആളുകൾ? സമയമായോ? എല്ലാം അതാ നല്ല മത്സ്യക്കറി, പച്ചക്കറി എല്ലാം വളരെ ഫാമിലി വിഭവങ്ങളാണ്. അപ്പോൾ അതൊരു ഓർമ്മക്കാണ് വീണ്ടും ഇവരെ നടത്തുന്ന സ്ഥാപനത്തിൽ വീണ്ടും കാരണമെന്നുള്ളൊരു താല്പര്യത്തിന് ഇന്ന് ഇതിനെ കണക്കാക്കി തന്നെ ഇവിടെ പിടിച്ചത്. അപ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഇതുപോലത്തെ ചെറുകിട സംരംഭങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ആ നിരക്കാണ് ഞാനിവിടെ പൊരിച്ചെന്താ മത്തിയില്ലേ? ആ മത്തിയാണ് വേണ്ടത്. നല്ല നാടൻ മത്തി. അത് വേറെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ ഹോട്ടലുകളിലൊക്കെ വലിയ വില കൂടിയ മത്സ്യം ഉണ്ടാവുള്ളൂ. തന്നെയല്ല അത് പല സ്ഥലത്തുനിന്നും വരുമ്പോൾ ഇവിടെ മത്തി സ്ഥിരമായിട്ട് കിട്ടും. മത്തി എനിക്ക് ഒന്നുകൂടെ വേണം, ഒരു മത്തിയൂടെ വേണം. പൊതുവെ മത്തി ഞാൻ 2 എണ്ണമാണ് പൊരിച്ച് 2 എണ്ണം അതിൻ്റെ ഒരു ശീലം. സന്തോഷം. ആയിക്കോട്ടെ, അപ്പോൾ നമുക്ക് മെല്ലെ തുടങ്ങാം. നല്ല മത്തി ഒന്ന് ആദ്യം നോക്കണം. ഇതിൻ്റെ നല്ല നാടൻ മത്തി, നല്ല രുചികരമായ മത്തിയാണ്. ഇത് തന്നെയാണ് എൻ്റെ അങ്ങോട്ട് വീണ്ടും ആകർഷിക്കുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. നിങ്ങളെ പേര് രാധ? അവരോ? ഇന്ദിര. രാധ ഇന്ദിര അല്ലേ? എത്ര വർഷം തുടങ്ങിയിട്ട്? 17 രാധയും ഗിരിജയും ഓരോ കസ്റ്റമറെയും ആദരവോടെയാണ് സ്വീകരിക്കുന്നത്. അവർ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത് സ്വന്തം വീട്ടിലെ അതിഥികൾക്ക് കൊടുക്കുന്നത് പോലെയാണ്. ഇത്തരം ചെറു സംരംഭങ്ങളെ പിന്തുണച്ച് വിജയിപ്പിക്കേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അതിന് ഓരോരുത്തരും ഇത്തരം സംരംഭങ്ങളെ പിന്തുണച്ച് മുന്നോട്ട് വരണം.